നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരിയിലെ പൗരപ്രമുഖനും CPM നേതാവുമായ പിലാക്കണ്ടി മുഹമ്മദ് നിര്യാതനായി. ഖബറടക്കം നാളെ രാവിലെ 11-ന് സെയ്താർപള്ളി ഖബർസ്ഥാനിൽ. നാളെ രാവിലെ 6 മുതൽ ഉച്ചവരെ തലശ്ശേരിയിൽ ഹർത്താൽ. കല്യാശ്ശേരിയിൽ ടാങ്കർ ലോറിയുടെ ചക്രം ചെളിയിൽ താഴ്ന്നു. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറി ഇനിയും മാറ്റിയിട്ടില്ല. ഗ്യാസുള്ള ടാങ്കർ റോഡരികിൽ തന്നെ നിർത്തിയിട്ടതിൽ നാട്ടുകാർക്ക് ആശങ്ക. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തോടനുബന്ധിച്ച് ആധുനിക ടെന്നീസ് കോർട്ട് നിർമ്മിക്കും. കോർട്ട് നിർമ്മാണം PK ശ്രീമതി MP ഫണ്ട് ഉപയോഗിച്ച്. കോർട്ട് യാഥാർത്ഥ്യമായാൽ ദേശീയതല മത്സരങ്ങൾക്ക് മുണ്ടയാട് വേദിയാകും. SFI സംസ്ഥാന സെക്രട്ടറി M. വിജിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയ കച്ചവട പ്രവണതയെ ചെറുക്കുമെന്ന് M. വിജിൻ. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ ഇടപെടും. വാർത്തകൾ വിശദമായി. തലശ്ശേരിയിലെ പൗരപ്രമുഖനും CPM നേതാവുമായ പിലാക്കണ്ടി മുഹമ്മദ് നിര്യാതനായി. 64 വയസ്സായിരുന്നു. പനിബാധയെ തുടർന്ന് ഇന്ന് പുലർച്ചെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഖബറടക്കം നാളെ രാവിലെ 11 മണിക്ക് തലശ്ശേരി സെയ്താർപള്ളി ഖബർസ്ഥാനിൽ നടക്കും. തലശ്ശേരി മുൻ നഗരസഭ വൈസ് ചെയർമാൻ കൂടിയായ പിലാക്കണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് നാളെ രാവിലെ 6 മുതൽ ഉച്ചവരെ തലശ്ശേരി നഗരസഭ പരിധിയിൽ ഹർത്താൽ ആചരിക്കും. പനി ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 8-ന് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന പിലാക്കണ്ടിയുടെ നില ഗുരുതരമാവുകയും കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ആയിരുന്നു. 10 വർഷം മുമ്പ് മുസ്ലിം ലീഗ് വിട്ട പിലാക്കണ്ടി CPM-ൽ ചേരുകയും തുടർന്ന് നഗരസഭ വൈസ് ചെയർമാൻ ആവുകയുമായിരുന്നു. കലികാലം, ലിവിംഗ് ടുഗദർ എന്നീ സിനിമകൾ നിർമ്മിച്ച പിലാക്കണ്ടി സിനിമകളിൽ അഭിനയിച്ചിട്ടും ഉണ്ട്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സ്ഥാപക ട്രഷററായിരുന്ന പിലാക്കണ്ടി 17 വർഷക്കാലം ആ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ദീർഘകാലം തലശ്ശേരി നഗരസഭാ കൗൺസിലറായിരുന്നു. പിലാക്കണ്ടിയുടെ വീട്ടിൽ വച്ചായിരുന്നു CK ചെറിയ മമ്മുക്കോയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ലീഗ് പിറവിയെടുത്തത്. BMS പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവം പാനൂർ കല്ലിക്കണ്ടിയിലും പെരിങ്ങോത്തും BJP ഹർത്താൽ ആചരിക്കുന്നു. കല്ലിക്കണ്ടി ടൗണിലെ ടാക്സി ഡ്രൈവറായ മോഹനാണ് ഇന്നലെ വൈകുന്നേരം മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെരിങ്ങോത്ത് ഓട്ടോ ഡ്രൈവറായ പാറക്കൽ പ്രസന്നകുമാറിനെയാണ് ഒരു സംഘം മർദ്ദിച്ചത്. ഇന്നലെ വൈകിട്ട് ട്രിപ്പ് വിളിച്ചു കൊണ്ടുപോയി മാന്തിപ്പാറയിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു. 6 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ചാല ബൈപ്പാസിൽ മരം വൈദ്യുത ലൈനിൽ വീണു. മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ചാലക്കുന്ന് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപമാണ് രാവിലെ 11 മണിയോടെ അക്കേഷ്യ മരം പൊട്ടിവീണത്. കനത്ത കാറ്റിലും മഴയിലും രാവിലെ 11:30ഓടെയാണ് ചാലക്കുന്ന് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം അക്കേഷ്യ മരം കടപുഴകി വൈദ്യുതി ലൈനിൽ പതിച്ചത്. മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. വാഹനങ്ങൾ ചാല ബൈപ്പാസ് വഴിയും മറ്റും തിരിച്ചുവിടുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപാണ് റോഡിനിരുവശവും അക്കേഷ്യ മരങ്ങൾ വച്ചുപിടിപ്പിച്ചത്. കല്യാശ്ശേരിയിൽ ടാങ്കർ ലോറി റോഡരികിലെ ചെളിയിൽ താഴ്ന്നു. സഹകരണ ബാങ്കിന് മുന്നിലെ റോഡരികിലാണ് ഇന്ന് രാവിലെ 9ഓടെ കാലി ടാങ്കറിന്റെ മുൻചക്രം ചളിയിൽ പൂണ്ടത്. കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പാചകവാതക സിലിണ്ടറാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ടാങ്കർ മറിഞ്ഞതിന് 150 മീറ്റർ അകലെയാണ് ഇന്ന് ടാങ്കർ മറിഞ്ഞത്. അതേസമയം ബുധനാഴ്ച മറിഞ്ഞ ടാങ്കർ ലോറി ഇനിയും മാറ്റിയിട്ടില്ല. ഇന്നലെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും അതുണ്ടായില്ല. അപകടത്തിൽപ്പെട്ട പാചകവാതകമുള്ള ടാങ്കർ ലോറി റോഡിൽ തന്നെ നിർത്തിയിട്ടത് നാട്ടുകാരിൽ പരിഭ്രാന്തിയുണ്ടാക്കുകയാണ്. ദേശീയപാതയിൽ കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് വളവിലാണ് കഴിഞ്ഞ ദിവസം ടാങ്കർ മറിഞ്ഞത്. ഭാഗ്യവശാൽ ടാങ്കറിനകത്തുള്ള വാതകം ചോർന്നില്ല. അപകടം നടന്ന് ദിവസം 3 കഴിഞ്ഞിട്ടും ടാങ്കർ റോഡിലാണുള്ളത്. 24 മണിക്കൂറും ഇവിടെ ഗതാഗതം നിയന്ത്രിക്കാൻ 5ഓളം പോലീസുകാരെ നിർത്തിയിട്ടുണ്ട്. എന്നാൽ ടാങ്കർ ഇപ്പോഴും പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുകയാണ്. ഒരു താല്പര്യവും കാണുന്നത് ഈ പോലീസുകാരാകുമ്പോൾ ഇങ്ങനെ ഡ്യൂട്ടി നോക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ സുരക്ഷിതമായിട്ട്. അല്ലെങ്കിൽ കൊണ്ട് ഇടിച്ചിട്ട് എന്തായിരിക്കും ഈ നാട്ടിലെ സ്ഥിതി? ഒന്നിനു മുമ്പ് അനുഭവിച്ചാണല്ലോ. കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ചാണ്. അപ്പോൾ വീണ്ടും ഇതേമാതിരി ഒരു ഇതല്ലേ ആവർത്തിക്കല്ലേ ഇന്ന്. അപ്പോൾ അതൊരു അനാസ്ഥ തന്നെയല്ലേ ഇത്. ഈ വളവ് തിരിവ് എന്നെല്ലാം പറഞ്ഞ റോഡിന് മുകളിൽ ഒരുപാട് വാഹനങ്ങൾ. ജില്ലയിലെ 5ാമത്തെ ടാങ്കർ അപകടമാണ് ബുധനാഴ്ചത്തേത്. ഇതിൽ കല്യാശ്ശേരിയിൽ തന്നെ 2ാമത്തേത്. അപകടം ലോറിയുടെ ആക്സിൽ പൊട്ടിയത് മൂലമാണെന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. മംഗലാപുരത്തു നിന്നും കൊച്ചിയിലേക്ക് പാചകവാതകം എത്തിക്കുന്ന ടാങ്കറുകൾ പലതും കാലപ്പഴക്കം ചെന്ന് ദ്രവിച്ചു തുടങ്ങിയതാണ്. കേവലം ഹെൽമറ്റ് വേട്ടയ്ക്കപ്പുറം പോലീസ് ഇത്തരം വാഹനങ്ങളിലും പരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തീരദേശ റോഡ് തകർന്നു. യാത്ര ദുഷ്കരമായി. 1 വർഷം മുൻപ് ടാർ ചെയ്ത മമ്മാക്കുന്ന് മുഴപ്പിലങ്ങാട് റോഡാണ് മഴയിൽ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായത്. റോഡ് അശാസ്ത്രീയമായാണ് നിർമ്മിച്ചതെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. 1 വർഷം മുൻപ് ടാർ ചെയ്ത മമ്മാക്കുന്ന് മുഴപ്പിലങ്ങാട് കളം റോഡാണ് കനത്ത മഴയിൽ തകർന്നത്. റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. കടമ്പൂർ മേഖലയിലെ നിരവധി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്.
റോഡിന്റെ ശോച്യാവസ്ഥ കാരണം ഓട്ടോറിക്ഷകൾ ഓട്ടം പോകാൻ മടിക്കുകയാണ്. അശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ഇത് റോഡ് പണി തീർന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ തകർന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും അങ്ങനെ കാര്യമായിട്ട് കുറേ വാഹനങ്ങൾ പോകുന്നതായിരുന്നു. ഈ പിന്നെ ഗോഡൗണിലെ പിന്നെ ലോറിയും മറ്റും ഇതിലെ കൂടെ പോകുന്നത് എഫ് സൈഡിൽ അതിപ്പോൾ പോകുന്ന കാണുന്നില്ല. അപ്പം ചതുപ്പ് സ്ഥലത്തിനെ പരിഹരിക്കാനുള്ള രീതിയിലുള്ള പിന്നെ ഫൗണ്ടേഷൻ ചെയ്തിട്ട് ഇത് താർ ചെയ്താൽ ഇത് നിലനിൽക്കും. അമർച്ച വരുന്നുണ്ട്. ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. ഗ്രാമീണ റോഡാണ്, പക്ഷേ പുഴക്കര അതായത് തീരദേശ റോഡാണ്. അപ്പോൾ അതിൻ്റെ ഈ ഉപ്പുവെള്ളം ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അമർച്ചയും ഉറവും വരുന്നത് കൊണ്ട് ഇതിനെ നല്ല ഫൗണ്ടേഷൻ ചെയ്ത് വർക്ക് ചെയ്താൽ റോഡ് നിലനിൽക്കും. റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഇടുങ്ങിയതിനാൽ ഗതാഗതക്കുരുക്കും ഇവിടെ അനുഭവപ്പെടുന്നു. ശാസ്ത്രീയ വശങ്ങൾ അവലംബിക്കാതെയാണ് റോഡ് നിർമ്മാണമെന്ന് നേരത്തെ പരാതിയുണ്ടായിരുന്നു. ദേശീയപാതയിൽ എടക്കാടും മറ്റും ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ സമാന്തര സർവീസിന് ഉപയോഗിക്കുന്ന റോഡും കൂടിയാണിത്. മൊബൈൽ ടവർ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കൊറ്റാളി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഴാതി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. INTUC സംസ്ഥാന കമ്മിറ്റി അംഗം KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പ്രദേശവാസികളുടെ പ്രശ്നം കാണാതെ പഞ്ചായത്ത് കുത്തക കമ്പനികൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ടെന്നും അതേസമയം പഞ്ചായത്തിന് ഈ വിഷയത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് പുഴാതി പഞ്ചായത്ത് പ്രസിഡന്റ് N രാമകൃഷ്ണൻ പറഞ്ഞു. 500 മീറ്റർ പരിധിയിൽ സ്കൂളോ ആശുപത്രിയോ ഉണ്ടെങ്കിൽ അവിടെ ടവർ നിർമ്മിക്കാൻ പാടില്ല എന്നാണ് ടെലികോം കമ്മിറ്റിയുടെ നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം മറികടന്നാണ് പുഴാതി നോർത്ത് UP സ്കൂളിന് സമീപം റിലയൻസിന്റെ ടവർ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിസരവാസികളെ സംബന്ധിച്ച് നമ്മൾ ഊഹിക്കാത്ത അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ആർക്കു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണ്? നാട്ടിന്റെ ജനക്ഷേമ പരിപാടിക്കും പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം കൊടുത്തിക്കൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ ടവർ ഇവിടെ കൊല്ലുന്നത്? അല്ല എന്ന പൂർണ്ണബോധമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എങ്ങനെയാ ഒരു അനധികൃതമായ കെട്ടിടത്തിന്റെ മേലെ പെർമിഷനുണ്ടോ? ആരാ കൊടുത്തത്? നിരവധി വീടുകളും വിദ്യാലയങ്ങളും ഉൾപ്പെട്ട ഈ പ്രദേശത്ത് മൊബൈൽ ടവർ വരുന്നതിന് പഞ്ചായത്ത് അനുമതി നൽകിയെന്നാണ് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുകളിലാണ് നിലവിൽ ടവർ സ്ഥാപിച്ചിട്ടുള്ളത്. അതേസമയം ടവർ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ലെന്നും മൊബൈൽ കമ്പനി നേരിട്ട് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുകയാണ് ചെയ്തതെന്നും പുഴാതി പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ പറഞ്ഞു. പഞ്ചായത്തിന് ഈ കാര്യത്തിൽ യാതൊരു അധികാരവും ഇല്ല. പഞ്ചായത്ത് ടവറിന് അനുമതി കൊടുത്തിട്ടില്ല. ടവർ നിർമ്മാണത്തിന് നേരത്തെയുള്ള ഉത്തരവനുസരിച്ച് സ്കൂളുകളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ കൊടുക്കാൻ പാടില്ലെന്ന് ഉത്തരവുണ്ടായ സമയത്താണ് അവർ അപേക്ഷ തരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ടവറിന് ടവറിന് അനുമതി നൽകിയിട്ടുമില്ല. അതേസമയം അതിനുശേഷം ഇറങ്ങിയ 15/3/2014 ഇറങ്ങിയ ഉത്തരവിൽ നേരത്തെയുള്ള നിബന്ധനകൾ മാറ്റിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് വന്നത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ടവർ നിർമ്മിക്കാനുള്ള യോഗ്യതയുമുണ്ട്. പക്ഷെ നമ്മൾ പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ലെങ്കിലും 30 ദിവസം കഴിഞ്ഞാൽ ഒരു അപേക്ഷയിൽ 30 ദിവസം കഴിഞ്ഞ് അനുമതി നൽകിയില്ലെങ്കിലും അത് അനുമതി നൽകിയതായിട്ടാണ് കണക്ക് കൂട്ടുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ടവർ നിർമ്മാണവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും അവസാനം ആത്യന്തികമായി വന്നിരിക്കുന്നത് അവിടെ ടവർ നിർമ്മിക്കുന്നതിന് ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് പോലീസ് സഹായം ആവശ്യപ്പെടാനാണ് ജില്ലാ ടെലികോം കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്തിന് മറ്റ് ഈ കാര്യത്തിൽ യാതൊരു അധികാരവുമില്ല. പഞ്ചായത്ത് ഇവർക്ക് അനുമതി കൊടുത്തിട്ടുമില്ല. റേഡിയേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ടെലികോം മന്ത്രാലയം കർശന നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് ലൈസൻസ് അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയേഷന്റെ കാര്യത്തിൽ പൊതുജനങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും കണ്ണൂർ ജില്ലാ ടെലികോം കമ്മിറ്റി യോഗ നടപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരിയിലെ പൗരപ്രമുഖനും CPM നേതാവുമായ പിലാക്കണ്ടി മുഹമ്മദ് നിര്യാതനായി. ഖബറടക്കം നാളെ രാവിലെ 11-ന് സെയ്താർപള്ളി ഖബർസ്ഥാനിൽ. നാളെ രാവിലെ 6 മുതൽ ഉച്ചവരെ തലശ്ശേരിയിൽ ഹർത്താൽ. കല്യാശ്ശേരിയിൽ ടാങ്കർ ലോറിയുടെ ചക്രം ചെളിയിൽ താഴ്ന്നു. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറി ഇനിയും മാറ്റിയിട്ടില്ല. ഗ്യാസുള്ള ടാങ്കർ റോഡരികിൽ തന്നെ നിർത്തിയിട്ടതിൽ നാട്ടുകാർക്ക് ആശങ്ക. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തോടനുബന്ധിച്ച് ആധുനിക ടെന്നീസ് കോർട്ട് നിർമ്മിക്കും. കോർട്ട് നിർമ്മാണം PK ശ്രീമതി MPയുടെ ഫണ്ട് ഉപയോഗിച്ച്. കോർട്ട് യാഥാർത്ഥ്യമായാൽ ദേശീയതല മത്സരങ്ങൾക്ക് മുണ്ടയാട് വേദിയാകും. SFI സംസ്ഥാന സെക്രട്ടറി M വിജിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയ കച്ചവട പ്രവണതയെ ചെറുക്കുമെന്ന് M വിജിൻ. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ ഇടപെടും.
സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡയമണ്ട്സ് ഫ്രം ഭീമ. കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ബെസ്റ്റോ ബാഗ്സ്, ഇൻഡിക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ബാങ്ക് ആൻഡ് ബാങ്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ് നിയർ ജേസ്പോൾ കോർണർ, കണ്ണൂർ. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ്, ഏച്ചൂർ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. Honest Bill Mart, a smart selection, VKX Complex, NH Road, Chuva, Kannur. വാർത്തകളിലേക്ക് വീണ്ടും. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തോട് അനുബന്ധിച്ച് ആധുനിക ടെന്നീസ് കോർട്ട് നിർമ്മിക്കുമെന്ന് PK ശ്രീമതി MP. MPയുടെ ഫണ്ടിൽ നിന്ന് 68 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടെന്നീസ് കോർട്ട് നിർമ്മിക്കുന്നത്. MPയുടെ പേരിൽ MPക്ക് കിട്ടുന്ന ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ തൊട്ട് സമീപമായിട്ട് ആ നിലവാരത്തിൽ തന്നെയുള്ള ഒരു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ടെന്നീസ് കോർട്ട് പണിയാൻ 68 ലക്ഷം രൂപ ഞാൻ കലക്ടർക്ക് കൊടുത്തു കഴിഞ്ഞു. 1 or 4 അതിന്റെ ഭരണാനുമതി കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടില്ല. അതിൽ ചെറിയ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നോട്ടായി തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നമ്മുടെ കണ്ണൂർ ജില്ലക്ക്, നമ്മുടെ യുവതലമുറക്ക്, പ്രത്യേകിച്ചും നമ്മുടെ ഭാവിയിലേക്ക് വരുന്ന നമ്മുടെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് ഏറ്റവും അധികം ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഔദ്യോഗികമായി തന്നെ തയ്യാറാക്കിയ ഒരു എസ്റ്റിമേറ്റിന്റെ കണക്കാണ് 68 ലക്ഷം. ആ 68 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്ന് കൊടുക്കാനും അതൊരു വർഷത്തിനുള്ളിൽ അത് പണി തീർക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിലയിൽ കലക്ടർക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിനോടനുബന്ധിച്ച് ടെന്നീസ് കോർട്ട് നിർമ്മിക്കുന്നതിന് MP ഫണ്ടിൽ നിന്നും 68 ലക്ഷം രൂപയാണ് അനുവദിക്കുക. അന്തർദേശീയ നിലവാരത്തിൽ അംഗീകൃത അളവിലുള്ള 8 ലൈൻ ആക്രിലിക് കോട്ടിങ്ങോടുകൂടിയുള്ള കോർട്ടിനു ചുറ്റും ആവശ്യമായ ഫെൻസിംഗ് സൗകര്യം, രാത്രികാല പരിശീലനത്തിന് ആവശ്യമായ ലൈറ്റ് സംവിധാനം, കളി കാണുന്നതിനുള്ള സീറ്റിംഗ് ഏരിയ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ടെന്നീസ് കോർട്ടാണ് നിർമ്മിക്കുക. പരിശീലനം നൽകുന്നതിനും ദേശീയ തലത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും കോർട്ട് വളരെയേറെ പ്രയോജനപ്പെടുമെന്ന് PK ശ്രീമതി MP പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവട വർഗീയ പ്രവണതകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി M. വിജയൻ. SFI സംസ്ഥാന സെക്രട്ടറിയെ ചുമതലയേറ്റതിനു ശേഷം കണ്ണൂരിലെത്തിയ വിജയന് SFI പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ ഇടപെടുമെന്ന് M. വിജിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയാകെ തന്നെ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണം ഈ രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കരുത്തുറ്റ പോരാട്ടങ്ങൾക്കാണ് കേരളത്തിനകത്ത്, ഈ രാജ്യത്തിനകത്ത് ഇനി നാം നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ്, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം തന്നെ തച്ചു തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി മാറിയിരിക്കുന്നു. SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് സിറാജ്, അഖിൽ P, സൗമ്യ KS തുടങ്ങിയവർ നേതൃത്വം നൽകി. അടിയന്തരാവസ്ഥയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് അടിയന്തരാവസ്ഥ പോരാളികളുടെ ജില്ലാതല സംഗമം സംഘടിപ്പിച്ചു. ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന സംഗമം CITU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റും അടിയന്തരാവസ്ഥ പോരാളിയുമായ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥ പോരാളികൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു. കുന്നുമട്ട നാരായണൻ, സുശീലൻ അരോളി തുടങ്ങിയവർ സംസാരിച്ചു. DYFI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവമാധ്യമങ്ങളെക്കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു. സയൻസ് പാർക്കിൽ നടന്ന ശില്പശാല CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങൾ ജനകീയ മുഖം കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ പൊതുജനങ്ങൾ എന്തറിയണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ നവമാധ്യമങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലുള്ള നേതാക്കൾ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുവെന്നത് അപലപനീയമാണെന്ന് P. ജയരാജൻ പറഞ്ഞു. നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ ഇമേജ് ഉയർത്താൻ, അദ്ദേഹം അമാനുഷനാണ് എന്നുള്ള തോന്നലുണ്ടാക്കാൻ, അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം ഒരു സാധാരണ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യ കണ്ടിട്ടുള്ള മുൻ പ്രധാനമന്ത്രികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അമാനുഷമായിട്ടുള്ള കഴിവുള്ള ഒരു പ്രധാനമന്ത്രിയാണ് എന്ന് വരുത്തിയെടുക്കാൻ എത്രമാത്രം ശ്രമം നടന്നത്. ഈ ശ്രമം സ്വാഭാവികമായിട്ടുള്ള ജനങ്ങളുടെ ഇടപെടൽ കൊണ്ടാണോ? അല്ലെന്ന് വളരെ വ്യക്തമാണ്. ഏതാണ്ട്
900 കോടി രൂപയാണ് ഈ നരേന്ദ്രമോദിയുടെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി സംഘപരിവാരത്തിന്റെ ഭാഗമായി ചെലവിട്ടത് എന്നതാണ്. IT വിദഗ്ധരായ ഡോക്ടർ എ സാബു, പ്രശോഭ് എ ശ്രീധരൻ എന്നിവർ നവമാധ്യമങ്ങളും പുതിയ സാങ്കേതിക വിദ്യയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. DYFI ജില്ലാ ട്രഷറർ KV സുമേഷ്, ജില്ലാ സെക്രട്ടറി ബിനോയ് കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായുള്ള ബഡ്സ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാനും സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടെന്ന് PK ശ്രീമതി MP പറഞ്ഞു. മാനസിക ശാരീരിക വൈകല്യമുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ സ്പെഷ്യൽ സ്കൂളുകൾ നടത്തുന്ന ഇടപെടലുകൾ മാതൃകാപരമാണ്. മാതാപിതാക്കൾ വിചാരിച്ചാൽ മാത്രം ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ കഴിയില്ലെന്നും അതിന് സർക്കാരുകൾ മുൻകൈയെടുക്കണമെന്നും PK ശ്രീമതി MP പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ കുട്ടികളുടെ കാര്യത്തിലും അതിലും വിശേഷിച്ച് വിഭിന്നശേഷിയുള്ള കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ചില പ്രത്യേകമായ നിലപാടുകൾ കൈക്കൊള്ളണം. അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെടണം. അവരെ സംരക്ഷിക്കുക എന്നുള്ളത്, അവരെ വളർത്തുക എന്നുള്ളത്, അവരെ നന്നായിട്ട് രക്ഷാകർത്താക്കളെല്ലാം ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് അവരെ വളർത്തി ഉയർത്തി നല്ല പൗരന്മാരാക്കി കൊണ്ടുവരിക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടുകൊണ്ടാണ് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചില തീരുമാനങ്ങൾ ഉണ്ടായത്. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിയുള്ള മുതിർന്നവർക്കുള്ള മോട്ടോർ സൈക്കിൾ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം P ഗൗരി നിർവഹിച്ചു. ജനപ്രതിനിധികളായ CP അനിത, PK ഷീല, A സുഗതൻ, C ശാരദ, P ബാലൻ, K ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ബഡ് സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി ബാഗ് നൽകുകയും സ്കൂൾ കെട്ടിടം നിർമ്മിച്ച കരാറുകാരൻ മനോഹരനെ ആദരിക്കുകയും ചെയ്തു. ഓൾ കേരള ബ്യൂട്ടീഷ്യൻ ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്നു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബാർബർ ഷോപ്പിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളാനോ സംസ്കരിക്കാനോ പ്രത്യേക സൗകര്യങ്ങൾ ഇല്ല എന്നതാണ് ഈ മേഖലയിലെ പ്രധാന പ്രശ്നം. മാലിന്യ പ്രശ്നം ഇല്ലായ്മ ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് AKBO ജനറൽ സെക്രട്ടറി RD മോഹനൻ ആവശ്യപ്പെട്ടു. സംഘടനയെ പോക്കിലാക്കാൻ ചില ക്ഷുദ്രജീവികൾ ശ്രമിച്ചതിന്റെ ഫലമായാണ് നമുക്ക് പഴയ സംഘടനയുടെ പുതിയൊരു പ്രസ്ഥാനത്തിലേക്ക് മുന്നേറിയാണ്. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും SDA ഇവിടെ കണ്ണൂർ ജില്ലയിലും അതോടൊപ്പം പുതിയൊരു സംഘടന തൽക്കാലം SDA എന്ന പേരിൽ തന്നെയാണ് നിലനിർത്തുന്നത്. ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ വേണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയുന്നു. ജില്ലാ പ്രസിഡന്റ് S മോഹനൻ അധ്യക്ഷത വഹിച്ചു. B ലതേഷ്, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഡെമോക്രാറ്റിക് ലോയേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് നിയമന രീതി പൊളിച്ചെഴുത്ത് ആവശ്യമോ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരരാജ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് TJ ഡിക്സൺ, അഡ്വക്കേറ്റ് DK ഗോപിനാഥൻ, അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻസിഫ് മജിസ്ട്രേറ്റ് നിയമന പരീക്ഷ PSCക്ക് വിടണമെന്ന് സെമിനാർ ആവശ്യപ്പെട്ടു. നമ്മൾ ന്യായാധിപരെ അവരോധിക്കുന്നു. അവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് നീതിപൂർവകമായ തീരുമാനമുണ്ടാകും എന്നാണ്. ന്യായാധിപരും മനുഷ്യരാണ്. മനുഷ്യർക്കുള്ള എല്ലാ വൈകല്യങ്ങളും വികലതകളും ദൗർബല്യങ്ങളും പിന്നോക്കാവസ്ഥയും എല്ലാം അവർക്കുമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ യുവർ ഓണർ എന്നും ഇതോടെന്നും വിളിക്കുന്നത്. ഇന്ന് ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനം. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ മയക്കുമരുന്ന് വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപഭോഗത്തിനെതിരെ എടുക്കുന്ന പ്രതിജ്ഞ ജീവിതത്തിലുടനീളം പാലിക്കണം. ലഹരി മാഫിയകൾ ലക്ഷ്യം വയ്ക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. പിടിക്കപ്പെടാതെ ലഹരി വസ്തുക്കളുടെ കൈമാറ്റവും ഉപയോഗവും നടത്താമെന്നതാണ് ഇതിനു പ്രധാന കാരണം. ഇതുതന്നെയാണ് ലഹരിക്കെതിരായ പ്രവർത്തനം വിദ്യാലയങ്ങളിൽ നിന്നും തുടങ്ങാൻ എക്സൈസ് വകുപ്പിനെ പ്രേരിപ്പിച്ചതും. ലഹരി ഉപയോഗം പണം കൊടുത്തു ഭ്രാന്ത് വാങ്ങുന്നതിന് തുല്യമാണെന്ന് PK ശ്രീമതി MP പറഞ്ഞു. സാക്ഷരത, നല്ല ബോധവാന്മാര്, രാഷ്ട്രീയ ബോധം, സാമൂഹ്യ ബോധം, സാംസ്കാരിക ബോധം എല്ലാം നല്ലത്. പക്ഷേ ഈ കേരളത്തിൽ ചെറിയ കുട്ടികളെ പോലും ചുമനെ ഉപയോഗിച്ച് ഈ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നു എന്നുള്ളതാണ്. അവരെ കൊണ്ട് തിരിക്കുന്നു, അവരെ കൊണ്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് പോക്കറ്റിൽ ഒരു ചെറിയ തുട്ട് അവരുടെ കയ്യിൽ ഒരു 10 രൂപ അല്ലെങ്കിൽ 25 രൂപ കൊടുക്കുന്നു. ഈ 25 രൂപ കൊടുത്ത്
വീണ്ടും അവര് ഇത് വാങ്ങുന്നു, അവരെ കൊണ്ട് കൊടുപ്പിക്കുന്നു, അവർക്ക് പിറ്റേ ദിവസം 30 രൂപ കൊടുക്കുന്നു. ഇത് വീണ്ടും വന്നു കൊടുത്ത് ഇത് ഈ കേരളത്തിലെ നിരവധി കുട്ടികൾ കോളേജിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഹൈസ്കൂളിലും പഠിക്കുന്ന കുട്ടികളെയാണ് ഈ ഏജന്റായിട്ട്, മയക്കുമരുന്ന് വിൽപ്പനക്കായിട്ടുള്ള ഏജന്റായിട്ട് ഇന്ന് കേരളത്തിൽ പോലും ഉപയോഗിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. ടി.വി. രാജേഷ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞാവാചകം ജില്ലാ കളക്ടർ പി. ബാലകിരൺ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ ഹരിദാസൻ പാലക്കൽ, കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ഗോവിന്ദൻ, നാർക്കോട്ടിക്സ് ഡിവൈഎസ്പി വി.എൻ. വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ആകാശവാണിയുടെയും പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നന്മ സാംസ്കാരിക സർഗവേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ചെയർപേഴ്സൺ A.P. ഷബീറ ഉദ്ഘാടനം ചെയ്തു. അനാമിക അനിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകൻ N. രാധാകൃഷ്ണൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ആകാശവാണി പ്രോഗ്രാം ഡയറക്ടർ കെ. ബാലചന്ദ്രൻ, വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായ സ്വാതി മനോജ്, അശ്വതി സുരേഷ്, പി. ബിബിന, ശ്രേയ മധുസൂദനൻ, M.N. സൻഫിയ തുടങ്ങിയവർ സംസാരിച്ചു. എടച്ചൊവ്വ തുഞ്ചത്താചാര്യ വിദ്യാലയത്തിന്റെയും മാതൃഭൂമി സീഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഡോക്ടർമാരായ ജെബിൻ, തുളസി എന്നിവർ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ സുലേഖ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. Diazepam, nitroglycerin, which belong to a class called as benzodiazepines. These are also prescribed drugs. So, national study was done by NCTCR, which is National Commission of Protection of Child Rights. KSTE സബ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഗവൺമെന്റ് TTIയിൽ നടന്നു. സംസ്ഥാന സമിതി അംഗം KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് KP മനോജ് അധ്യക്ഷത വഹിച്ചു. M. അജയ്കുമാർ, MT സുധീന്ദ്രൻ, PR വസന്തകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പാഠപുസ്തക വിതരണം ഉടൻ പൂർത്തിയാക്കുക, ജോലി സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ജൂലൈ 4 നടക്കുന്ന പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ കൺവെൻഷൻ തീരുമാനിച്ചു. നമുക്ക് മാക്സിമം പങ്കാളിത്തം എന്നതായിരിക്കണം ജൂലൈ 4 നമ്മുടെ മനസ്സിലുള്ള ഒരു മുദ്രാവാക്യം. പരമാവധി പങ്കാളിത്തം. ആ പങ്കാളിത്തത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും സ്കൂളിലുള്ള അപ്പുറം ഇപ്പുറമുള്ള അധ്യാപകരോടൊക്കെ പറയുകയും നമ്മൾ ഈ ടെലിഫോൺ എന്ന് പറയുന്ന ഈ മൊബൈൽ ഫോൺ എന്ന സംവിധാനം തൽക്കാലം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രവർത്തക ശില്പശാല ലൈബ്രറി ഹാളിൽ നടന്നു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കവിയൂർ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. PK ബൈജു, ഡോക്ടർ സുധ അഴീക്കോടൻ, M. മോഹനൻ, മാത്യു പുതുപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഗ്രന്ഥശാല സംഘത്തിന്റെ 70ാം വാർഷികം സെപ്റ്റംബർ മുതൽ വിപുലമായി ആഘോഷിക്കാൻ യോഗം തീരുമാനിച്ചു. പലപ്പോഴും ഒരു കോഫി ടേബിളിന്റെ ചുറ്റും ഇങ്ങനെ ഒതുങ്ങിപ്പോകും, അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒതുങ്ങിപ്പോകും, അല്ലെങ്കിൽ എന്നിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു പാരഗ്രാഫിലേക്ക് ചിലപ്പോൾ ഒതുങ്ങിപ്പോകും. ഒരു പൊതുവായ കലക്റ്റീവായിട്ടുള്ള വേദി അവർക്ക് ഉണ്ടാവുന്നില്ല. അവരുടെ ഈ പ്രതിരോധങ്ങൾ, അവരുടെ പ്രതിരോധ ശ്രമങ്ങൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ നേതൃത്വം കൊടുക്കാൻ, അതിനെ ചാനലൈസ് ചെയ്യാൻ, അതിനെ ഒഴുക്കി വളരെ ശക്തിയുള്ള ഒരു ഒഴുക്കാക്കി മാറ്റി എന്തിനെങ്കിലും തകർക്കാൻ, എന്തിനെങ്കിലും നേർവഴിക്ക് നയിക്കാൻ, പാദത്തിൽ തിരിച്ചുവിടാൻ പറ്റിയ ഒരു സംവിധാനം നമുക്കില്ല. എഞ്ചിൻ ഓയിലിനു പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ച ചെറുപുഴയിലെ ഓട്ടോ ഡ്രൈവർ രാജീവൻ ജനകീയ പിന്തുണ തേടി തിരുവനന്തപുരത്തേക്ക് ഓട്ടോ യാത്ര സംഘടിപ്പിക്കുന്നു. തന്റെ കണ്ടുപിടുത്തം സർക്കാർ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഓട്ടോ യാത്രയെന്ന് രാജീവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജൂലൈ 10 ചെറുപുഴയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും. മറ്റെഞ്ചിൻ ഓയിലുകളിൽ മായം കലരുന്നു എന്ന പത്രവാർത്തകളെ തുടർന്ന് ചെറുപുഴ ടൗണിൽ വർഷങ്ങളായി ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന രാജീവൻ ഒരു ബദൽ ലൂബ്രിക്കൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി വെളിച്ചെണ്ണ, ശുദ്ധീകരിച്ച വെളിച്ചെണ്ണയിൽ നിന്ന് എഞ്ചിൻ ഓയിൽ നിർമ്മിക്കാമെന്ന് കണ്ടെത്തുകയും സ്വന്തം വാഹനത്തിൽ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. സംസ്ഥാന ഗ്രന്ഥകാര സമിതിയുടെ സാഹിത്യ സമ്മേളനവും പുസ്തക പ്രകാശനവും ഞായറാഴ്ച കോളേജ് ഓഫ് കൊമേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10 മണിക്ക് വാണിദാസ് എളയാവൂർ സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ പുസ്തകം പ്രകാശനം ചെയ്യും. ഞങ്ങൾ ഈ കഴിഞ്ഞ മാർച്ച് മാസം കണ്ണൂർ, കാസർഗോഡ്, മാഹി വരെയുള്ള പ്രവിശ്യകളിലെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ
കഥാകൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അവരെ ക്ഷണിച്ചുകൊണ്ടുള്ളൊരു മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. കണ്ണൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ മക്കളെ അനുമോദിച്ചു. PK ശ്രീമതി MP ഉപഹാരം നൽകി. മലയാള മനോരമ സീനിയർ സബ് എഡിറ്റർ M. ജിജോ കുമാറിന്റെ മകൾ റിയ ജിജോ, മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ ദിനകരൻ കുമ്പിലാത്തിന്റെ മകൾ അഞ്ജിത എന്നിവരെയാണ് അനുമോദിച്ചത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് KN ബാബു അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി മട്ടന്നൂർ സുരേന്ദ്രൻ, CV സാജു, NP രഞ്ജിത്ത്, പ്രശാന്ത് പുത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. താഴെ കാവൻമൂല കണ്ണാടി വെളിച്ചം റോഡിൽ ലോറി നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞു. കാറിന് സൈഡ് കൊടുക്കുകയായിരുന്നു അപകടം. ചെങ്കല്ലുമായി പോവുകയായിരുന്നു ലോറി. ആർക്കും പരിക്കില്ല. വൈകിട്ടോടെയായിരുന്നു അപകടം. അറിയിപ്പ്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നാളെ 10 മണിക്ക് പാർക്കൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹജ്ജ് പഠന ക്യാമ്പ് ജൂലൈ 25-ന് ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കും. വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ 25 മുതൽ 27 വരെ സംഘടിപ്പിക്കുന്ന സോപാന സംഗീതോത്സവ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് 0471 23 11 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജൂലൈയിൽ നടക്കുന്ന അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റ് 3ാം സെമസ്റ്റർ സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് പ്രൈവറ്റ് റെഗുലർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ 27-ന് മുമ്പ് ഗവൺമെന്റ് ITI പ്രിൻസിപ്പലിന് അപേക്ഷ സമർപ്പിക്കണം. കുടുംബശ്രീ മിഷന്റെ അക്രഡിറ്റഡ് ഏജൻസിയായ കുടുംബശ്രീ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് സൊസൈറ്റിയിലേക്ക് ഓഡിറ്റർമാരെ തിരഞ്ഞെടുക്കുന്നു. 25-നും 45-നും മധ്യയുള്ള കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്ക് അപേക്ഷിക്കാം. പാനൂർ, ഇരിട്ടി, പേരാവൂർ ബ്ലോക്കുകളിലാണ് നിയമനം. ഇന്റർവ്യൂ 26-ന് 10 മണിക്ക് ജില്ലാ മിഷൻ ഓഫീസിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരിയിലെ പൗരപ്രമുഖനും CPM നേതാവുമായ പിലാക്കണ്ടി മുഹമ്മദ് നിര്യാതനായി. ഖബറടക്കം നാളെ രാവിലെ 11-ന് സെയ്താർപള്ളി ഖബർസ്ഥാനിൽ. നാളെ രാവിലെ 6 മുതൽ ഉച്ചവരെ തലശ്ശേരിയിൽ ഹർത്താൽ. കല്യാശ്ശേരിയിൽ ടാങ്കർ ലോറിയുടെ ചക്രം ചെളിയിൽ താഴ്ന്നു. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറി ഇനിയും മാറ്റിയിട്ടില്ല. ഗ്യാസുള്ള ടാങ്കർ റോഡരികിൽ തന്നെ നിർത്തിയിട്ടതിൽ നാട്ടുകാർക്ക് ആശങ്ക. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തോടനുബന്ധിച്ച് ആധുനിക ടെന്നീസ് കോർട്ട് നിർമ്മിക്കും. കോർട്ട് നിർമ്മാണം PK ശ്രീമതി MP ഫണ്ട് ഉപയോഗിച്ച്. കോർട്ട് യാഥാർത്ഥ്യമായാൽ ദേശീയതല മത്സരങ്ങൾക്ക് മുണ്ടയാട് വേദിയാകും. SFI സംസ്ഥാന സെക്രട്ടറി M. വിജിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയ കച്ചവട പ്രവണതയെ ചെറുക്കുമെന്ന് M. വിജിൻ. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ ഇടപെടും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.